ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഷവർമയാണ്. അപ്പോൾ ആ ഷവർമയിലേക്കുള്ള ഫില്ലിങ്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 200 ഗ്രാം ഞാനതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണിത്. ഞാൻ മഞ്ഞൾ പുരട്ടിയിട്ട് വെച്ചിട്ടുള്ള മഞ്ഞൾ പുരട്ടിയിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എന്ന് വെച്ചാൽ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണും കൂടി ഞാനിടുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൽ കുറച്ചും കൂടി ഇത് ജോയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇത് ജോയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലൊരു 2 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാലാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും നന്നായിട്ടിത് അതിലൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് വറുത്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടൊരു അരമണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പം ഷവർമയിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ക്യാരറ്റ് ചെറുതാക്കി നുറുക്കിയതാണ്. ഇനി നീളനെ നുറുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ നുറുക്കാം. അതേപോലെ തന്നെയാണ് ഞാൻ കുക്കുംബർ നുറുക്കിയിട്ടുണ്ട്, അതും നീളനെ നുറുക്കണമെങ്കിൽ നുറുക്കാം. പിന്നെ നമ്മളുടെ കാബേജ് ഇങ്ങനെ തന്നെ നുറുക്കണം. ഈ മോഡലിൽ തന്നെ നിങ്ങൾ നുറുക്കണം. കാരണം വെച്ചാൽ എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്കതിൽ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുള്ളൂ. ഇങ്ങനെ നൈസായിട്ട് നമ്മൾ നുറുക്കണം, ചതുര ഷേപ്പിൽ നുറുക്കരുത്. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനാണ്. ആ ചിക്കൻ ഞാൻ വറുത്തെടുത്തിട്ട് അത് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഒരിക്കലും അത് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെച്ചാൽ കൂടുതലായിട്ട് ഇതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടിയും നൈസാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആക്കാം, കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും വെജിറ്റബിൾസാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നമ്മളിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് തന്നെയാണ് ഞാനിവിടെ ഇതിൽ 1 ടീസ്പൂൺ ഇതിൽ ചേർക്കുകയാണ്. എന്നിട്ടിത് മിക്സ് ചെയ്യണം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് തന്നെ ഇതിന് മുകളിൽ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഷവർമയിലേക്കുള്ള മെയിനായിട്ടുള്ള നമ്മളുടെ മിക്സ്. ഇത്രയാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേറെ കുബൂസിൽ ചെറുതായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫില്ലിങ്സിലൊന്നും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനിൽ നിങ്ങൾ ഉപ്പ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഉപ്പ് വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ. അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെയുള്ള പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ നമ്മുടെ ഷവർമയിലേക്കുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ, 50 പൈസ 1 രൂപയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഫസ്റ്റ് ഫില്ലിംഗ് ആയിട്ടുള്ള നമ്മളുടെ ബേസായിട്ടുള്ള നമ്മളുടെ കുബൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കുബൂസ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കി തന്നെയാണ്. അപ്പോൾ ഈ കുബൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിന് നമ്മളുടെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ മുകളിൽ തന്നെ എൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക എങ്ങനെയാണ് കുബൂസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ്. അപ്പോൾ നമ്മൾ തന്നെ
ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഹോം മെയ്ഡ് തന്നെയാണ് നമ്മളുടെ മയോണൈസ്. ആദ്യം നമ്മൾ മയോണൈസാണ് നമ്മളിവിടെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ മയോണൈസ് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളൊന്നും ഇല്ല, ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തായാലും ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് ഞാൻ 1 ടീസ്പൂണും കൂടി ഞാനിതിൽ ഇടുന്നുണ്ട്. അപ്പോൾ മൊത്തം 3 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഈ മയോണൈസ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ ചിലപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് മയോണൈസൊക്കെ ചിലപ്പം കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെച്ചെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടികൾ ഉണ്ടെച്ചെങ്കിൽ കൂടുതൽ എന്തുപയോഗിക്കുക, ഈ മയോണൈസ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്ര നമ്മൾ ഫസ്റ്റ് നമ്മൾ മയോണൈസ് ഉപയോഗിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ, ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ ഞാൻ വീട്ടിലെന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ ടൊമാറ്റോ സോസാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളത് എപ്പോഴും എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനത് എന്ത് ചെയ്താണ്, പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഇത് ഈ മയോണൈസും അതുപോലെ തന്നെ നമ്മളുടെ ഈ ടൊമാറ്റോ സോസും ഒന്നിങ്ങോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, പരത്തി കൊടുക്കുക. അപ്പോഴാണത് കുറച്ചും കൂടി നമുക്കത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ്സ് ഉണ്ട്, ആ ഫില്ലിങ്സ് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നമ്മുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ്സ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെച്ചെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇത്രയാണ്, ഒരു 3 ടീസ്പൂണോളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് വേണം നമ്മൾ നമ്മുടെ കുബൂസ് നമുക്ക് വെക്കാൻ. അപ്പോൾ എന്നിട്ട് ആണ് ഇത് എന്ത് ചെയ്യേണ്ടത്, നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കുബൂസ് ഇങ്ങോട്ട് മടക്കുക, അതുപോലെ തന്നെ നമ്മളിത് എന്ത് ചെയ്യുക, ഈ അവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കണം. ഇത്ര നമ്മൾ ഒരു റോള് പോലെ, നമ്മൾ സാധാരണ നമ്മളൊരു റോള് നമ്മളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഒരു റോള് പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് മടക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് റോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതേപോലെ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മളുടെ ഈ ബാക്ക് ഭാഗം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തിരികെ വെച്ച് കൊടുക്കണം. നമ്മളിതങ്ങനെ ബാക്ക് ഭാഗം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ കുറച്ച് തിരികെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഷവർമ. ഇപ്പോൾ നമ്മളുടെ ഷവർമ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. എന്തായാലും ലോക്ക്ഡൗൺ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീടുകളിൽ അമ്മമാരും കുട്ടികളൊക്കെ വീടുകളിലാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഷവർമ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പുറത്ത് പോയി കഴിച്ചപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് കഴിക്കാനും പറ്റില്ല. ഇനി പുറത്ത് പോയിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുമല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.